കാറ്റത്തെ കിളിക്കൂടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെ ബർത്ത്ഡേ സിദ്ധാർത്ഥ് ആഘോഷിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ് ഒരു കേക്ക് കൊണ്ടുവരുന്നു. തൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ എല്ലാം മുന്നിൽ വെച്ച് നിധി ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, എന്തിനാ സിദ്ധാർത്ഥ് ഇതെല്ലാം ചെയ്യുന്നത്? ഇതൊന്നും വേണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഈ സെലിബ്രേഷൻ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, തൻ്റെ ബർത്ത്ഡേ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. പിന്നീട് സിദ്ധാർത്ഥ എല്ലാവരോടുമായി പറയുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചോളൂ, പക്ഷേ അതിൻ്റെ ബില്ല് എൻ്റെ ടേബിളിൽ ഇരിക്കണം, ഇന്നത്തെ ചെലവ് എൻ്റെ വകയാണ്. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് പോയതിന് ശേഷം നമ്മുടെ ദിവ്യ നിധിയോട് പറയുന്നുണ്ട്, അല്ല നിധി, സിദ്ധാർത്ഥിന് തന്നോട് എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? സാറ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിൻ്റെയും ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത് കേട്ട് ദിവ്യ പറയുന്നുണ്ട്, ഉണ്ട്, എല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഇന്ന് ഇങ്ങനെ ഫുഡൊന്നും ആർക്കും വേണ്ടി മേടിച്ചു കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ദിവ്യ, നീ വേണ്ടാത്തതൊന്നും പറയണ്ട കേട്ടോ, സാറിന് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ സമയം സുധീഷ് നിധിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി എട്ടിട്ട് പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഗ്രൗണ്ടിൽ സുധീഷ് ചെയ്തു കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നിധി കാണുന്നുണ്ട്. നമ്മുടെ സുധീഷിൻ്റെ ഈ ഹാർഡ് വർക്കൊക്കെ കാണുമ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, അന്ന് ബീച്ചിൽ വെച്ച് താൻ അവനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അന്ന് സുധീഷിനോട് നിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ എന്ത് ക്വാളിറ്റി കൊണ്ടാണ് ഞാൻ തന്നെ സ്നേഹിക്കേണ്ടതെന്ന്. അത് പെട്ടെന്ന് നിധിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നുകയാണ് നിധിക്ക്. സുധീഷ് പെട്ടെന്ന് തന്നെ നിധിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിധി, ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, താൻ എട്ടിട്ട് പഠിക്കണം. ദേ RDO ഇവിടെയാണ് നിൽക്കുക, താൻ അവിടെയാണ് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഇതെല്ലാം സങ്കല്പിച്ച് കൊണ്ടുവേണം താൻ പഠിക്കാൻ, ധൈര്യമായിട്ട് ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ അങ്ങോട്ടേക്ക് ഗ്രൗണ്ടിലേക്ക് വിടുകയാണ്. എന്നാൽ നിധിക്ക് ഒരിക്കലും എട്ടിടാൻ സാധിക്കുന്നില്ല, പല തവണ ശ്രമിക്കുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ തനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം നിധിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിധി ആകെ ടെൻഷനിലാണ്. ഇത് കണ്ട് സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, എന്തിനാ താനിങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് നിധി പറയുന്നുണ്ട്, അല്ല, RDO ആ വശത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാനിങ്ങനെ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുന്നത് ആലോചിക്കുകയായിരുന്നു, അതാലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ടെൻഷൻ ഇല്ലാണ്ട് ചെയ്ത് പഠിക്കേ, എന്തായാലും ഞാൻ തന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയുടെ പിറകിലിരിക്കുകയാണ്. സുധീഷ് തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം നിധിയെ എട്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിധിക്ക് അതിന് സാധിക്കുന്നില്ല. കുറേ ശ്രമിച്ചതിന് ശേഷം സുധീഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. അവിടെ ഇരുന്നിരുന്നൊരു ബോട്ടിലെടുത്ത് വെള്ളം കുടിക്കുന്നുണ്ട്, കുറച്ച് നിധിക്കും കൊടുക്കുകയാണ്. ഉടനെ നിധി വെള്ളം കുടിച്ചതിന് ശേഷം സുധീഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല എന്ന് സുധീഷ് പറയാണ്. നീ നാളെ RDOൻ്റെ മുന്നിൽ ടെസ്റ്റ് നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇത്രയും പ്രശ്നമുണ്ടാവുന്നത്, നീ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഒരു 2-3 തവണ ശ്രമിച്ചാൽ നിനക്ക് പറ്റാവുന്നതേ ഉള്ളൂ, നീ ഒന്നുകൂടി ശ്രമിച്ചു നോക്കെന്ന് പറയുന്നു. അങ്ങനെ നിധി കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, നിധി മതി, വെയിലത്ത് കുറച്ച് നേരമായില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട്, നീ അല്പനേരം റെസ്റ്റ് എടുക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ വണ്ടി നിർത്തി നിധി അവിടെ തണലിൽ വന്നിരിക്കുകയാണ്, ഒരു മരത്തിന് ചുവട്ടിൽ. ഉടനെ തന്നെ സുധീഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് എടുത്ത് നിധിക്ക് കൊടുക്കുന്നുണ്ട്. നിധി അത് മേടിച്ച് ഇരിക്കുകയാണ്. സുധീഷ് കുറച്ച് അപ്പുറത്ത് പോയിരുന്ന് തൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നിധി കാണുന്നുണ്ട്. നിധി സുധീഷിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിധിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാണ് സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത്. എന്നാൽ നിധി തന്നെ നോക്കുന്നത് സുധീഷ് കാണുന്നില്ല. സുധീഷ് കുറച്ച് നേരം കഴിഞ്ഞ് നിധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിധിയാണെങ്കിൽ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു. പിന്നീട് സുധീഷ് വേറെ എവിടെ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് വീണ്ടും നിധി സുധീഷിനെ തന്നെ നോക്കുന്നു. അതുകൊണ്ട് അവർ പരസ്പരം മനസ്സിലാക്കുന്നില്ല തമ്മിൽ നോക്കുന്നത്.
പിറ്റേ ദിവസം ടെസ്റ്റിന് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് നമ്മുടെ നിധിയും സുധീഷും എത്തുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആർഡിഒയെയും അവിടെ ടെസ്റ്റിനെത്തിയവരെയൊക്കെ കണ്ടിട്ട് നമ്മുടെ നിധി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നിധിയുടെ മുഖം കണ്ട് സുധീഷ് പറയുന്നുണ്ട്, നിധി എന്തിനാണ് താൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? താനൊന്ന് കൂളായിട്ടിരിക്കുക, അപ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അത്രയ്ക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, ഒരു ടെസ്റ്റ് അല്ലേ, തനിക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിധിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ നിധി പറയുന്നുണ്ട്, ആർഡിഒയെ കാണുമ്പോൾ തന്നെ ഞാൻ ആകെ ടെൻഷൻ ആവുകയാണ്, എന്താ സംഭവിക്കുകയെന്ന് എനിക്ക് അറിയില്ല. അല്പസമയം കഴിഞ്ഞതും നിധിയെ വിളിക്കുകയാണ്. അങ്ങനെ നിധി എട്ടിട്ടോണ്ടിരിക്കുകയാണ്. അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട്, എന്നാലും നമ്മുടെ സുധീഷ് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഒട്ടും വണ്ടി ഓടിക്കാൻ അറിയാത്തതുപോലെയുള്ള നിധിയുടെ പൊട്ടത്തരങ്ങളൊക്കെ കണ്ട് നമ്മുടെ ആർഡിഒ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. ഒപ്പമുള്ള ആളോട് പറയുന്നുണ്ട്, മതി, അവരോട് പുറത്തേക്ക് വരാൻ പറയൂ, അവരെ റിജക്റ്റ് ചെയ്തോളൂ എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ നമ്മുടെ സുധീഷിൻ്റെ കാറിൻ്റെ ഓണർ സുധീഷിനോട് പറയുന്നുണ്ട്, എടാ സുധീഷേ, അവൾക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്, പക്ഷേ ഇത്രയും മോശമായി ഡ്രൈവ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. താൻ എന്തിനാ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധിക്കും സങ്കടമാവുന്നുണ്ട്. സോറി സുധീഷ് എന്ന് സുധീഷിനോട് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തിനാ സോറിയൊക്കെ പറയുന്നത്, താൻ നന്നായി തന്നെ വണ്ടി ഓടിച്ചു, ഞാൻ എന്തായാലും ആർഡിഒയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇത് കേട്ട് ഓണർ പറയുന്നുണ്ട്, എന്തിനാ സുധീഷ് നീ അവരോട് സംസാരിക്കാൻ പോകുന്നത്? ആർഡിഒ ഇപ്പോൾ തന്നെ വളരെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ സുധീഷ് ഇതൊന്നും കേൾക്കാതെ ആർഡിഒയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. സുധീഷ് നിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സർ, ആ കുട്ടിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാമോ? ഇത് കേട്ട ആർഡിഒ ആ കുട്ടിയുടെ ആരാണ് നിങ്ങളെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആ കുട്ടിയുടെ ഭർത്താവാണെന്ന് പറയുന്നു. ആണോ? ആ കുട്ടി എത്ര മോശമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ, ഇനി എങ്ങനെയാണ് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നത്? ഇനിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പോ എന്ന് പറയുമ്പോൾ സുധീഷ് കെഞ്ചുന്നുണ്ട്. സർ, പ്ലീസ് സർ, ഒരേ ഒരു ചാൻസ് കൂടി. ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ഭയന്നതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ഇനി അങ്ങനെ പറ്റത്തില്ല സർ, ഒരു ചാൻസ് കൂടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെക്കൊണ്ട് കഴിയുന്ന വിധം കെഞ്ചിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മുടെ നിധി കാണുന്നുണ്ട്. നിധിക്കത് സഹിക്കുന്നില്ല. നിധി നമ്മുടെ സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുധീഷ്, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ, നീ അവിടെ നിൽക്കുന്ന നിധി, ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ച് അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട, എൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ടെസ്റ്റ് പൊട്ടിയത്, അതുകൊണ്ട് ഞാൻ തന്നെ ശരിയാക്കി എടുത്തോളാം, നീ വാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുധീഷ് സമ്മതിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ടെസ്റ്റിൽ നീ പാസ്സായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ആ സാറിൻ്റെ അടുത്ത് കൈകൂപ്പിക്കൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ സാർ ഒട്ടും അടുക്കുന്നില്ല. പിന്നീട് സുധീഷ് കുറേ നേരം സാറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, കെഞ്ചുകയാണ്. അങ്ങനെ അവസാനം സാർ സമ്മതിക്കുന്നുണ്ട്. ശരി എങ്കിൽ എല്ലാവരുടെയും ടെസ്റ്റ് കഴിയട്ടെ, എന്നിട്ട് ഒടുവിൽ മാത്രം നിങ്ങളെ പരിഗണിക്കാമെന്ന് പറയുവാണ്. ഇത് കേട്ടപ്പോൾ സുധീഷിന് സന്തോഷമാവുന്നുണ്ട്. നിധിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. നിധി, ലാസ്റ്റ് ചാൻസ് നമുക്കാണ്, അപ്പോഴേക്കും നീ നന്നായി പഠിച്ചിരിക്കണം. നിനക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ നീ എല്ലാവരെയും കാണുമ്പോൾ പതറിപ്പോകുന്നതാണ്, അത് നിനക്കും അറിയാലോ. ആ പതർച്ചയെല്ലാം മാറ്റണം. നിൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവാൻ പാടൂ. നിനക്ക് ഈ വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ തനിയെ ഓഫീസിലേക്ക് പോവാം, നിനക്ക് ഇൻഡിപെൻഡൻ്റായി നിൽക്കാം, ആരെയും ആശ്രയിക്കേണ്ടതില്ല. ഇതൊക്കെ ആയിരിക്കണം നിൻ്റെ മനസ്സിൽ. ആ ലക്ഷ്യത്തോടു കൂടി വേണം നീ ഡ്രൈവ് ചെയ്യാൻ. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇല്ല സുധീഷ്, എനിക്കിത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്ക് പിന്നീട് വരാം, ഇപ്പം നമുക്ക് പോവാമെന്ന് പറയുവാണ്. ഇത് കേട്ട് സുധീഷിന് മനസ്സിലാവുകയാണ്, നിധിയോട് മയത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അല്പം ദേഷ്യത്തോടെ തന്നെ പ്രതികരിച്ചാൽ നിധി ആ വാശിയോട് കൂടി ഈ ടെസ്റ്റിൽ വിജയിക്കുമെന്ന് സുധീഷിന് ഉറപ്പാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് സുധീഷ് തൻ്റെ സംസാരത്തിൻ്റെ ടോൺ അങ്ങ് മാറ്റുകയാണ്. സുധീഷ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്ത്, നിനക്ക് പറ്റില്ലെന്നോ? ഓഹോ, അങ്ങനെയാണോ? ഒരു 2 വീലർ ഓടിക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ല? എന്നിട്ട് എന്തൊക്കെയാണ് പറച്ചില്? അവിടെ പോകണം, ഇവിടെ പോകണം, പഠിക്കണം, വലിയ ആളാവണം, എല്ലാം കീഴടക്കണം, ഇതൊക്കെയല്ലേ നിൻ്റെ സ്വപ്നങ്ങൾ? ഒരു 2 വീലർ ഓടിക്കാൻ പറ്റാത്ത നിന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ലോറി വരെ ഓടിക്കുന്നു, എന്നിട്ടല്ലേ ഈ 2 വീലർ? അതുപോലും നിന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഇങ്ങോട്ട് നോക്ക്, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ഈ ഒരു ചാൻസിൽ നിനക്ക് ലൈസൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ലൈസൻസ് എടുക്കാനൊന്നും പറഞ്ഞ് ഞാൻ നിൻ്റെ പിറകെ വരത്തില്ല. ഇനി എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് സുധീഷ് വെട്ടിത്തുറന്ന് പറയുകയാണ്.
പിന്നീട് സുധീഷ് നിധിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. സുധീഷ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് സുധീഷിൻ്റെ കൈയങ്ങ് തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, വണ്ടിയിൽ നിന്ന് അങ്ങ് മാറി നിൽക്ക്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിധി വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് കണ്ട് നമ്മുടെ സുധീഷിന് വളരെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സുധീഷിനോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിധി ഡ്രൈവ് ചെയ്യാണ്. അങ്ങനെ ആ ടെസ്റ്റിൽ നിധി പാസ്സാവുന്നുണ്ട്. ഉടനെ തന്നെ വളരെ സന്തോഷത്തോടെ സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ നിധിയുടെ മുഖം ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചുമന്ന് തുടുത്തിരിക്കുകയാണ്. സുധീഷ് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ നെഗറ്റീവ് മോട്ടിവേഷൻ? ഇത് കേട്ട് നിധി സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടാണോ എന്നെ വഴക്ക് പറഞ്ഞത്? പിന്നെ അല്ലാതെ ഞാൻ മര്യാദയ്ക്ക് നല്ല സ്നേഹത്തോടെ നിന്നോട് പറഞ്ഞപ്പോൾ നിനക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് ദേഷ്യപ്പെട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അത് നന്നായി വർക്കൗട്ടായി. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അല്ല ഞാൻ നിങ്ങളെന്നോട് ശരിക്കും ദേഷ്യപ്പെട്ടതാണെന്ന് വിചാരിച്ചു, ഞാനാകെ ഭയന്നു പോയി. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഞാനങ്ങനെ വഴക്ക് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ ടെസ്റ്റിൽ പാസ്സാവില്ലായിരുന്നു. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. സമയം നീതു ഹരീഷിനെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് നീതുവിൻ്റെ ചേട്ടൻ നീതുവുമായി വഴക്കുണ്ടാക്കുന്നു. അത് പറയാൻ നീ ആരാ? ഹരീഷിനെ ഞാൻ വീണ്ടും കാണുമെന്ന് നീതു പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വഴക്കാകുന്നു. നീതുവിൻ്റെ ചേട്ടൻ നീതുവിനെ അടിക്കുമ്പോൾ നീതു തിരിച്ചും അടിക്കുന്നുണ്ട്. ഇത് നീതുവിൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇത് നിൻ്റെ ചേട്ടനല്ലേടി, നിൻ്റെ ചേട്ടനെയാണോ നീ അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളെ പിടിച്ച് തള്ളുന്നുണ്ട്. ഉടനെ തന്നെ നീതു പെട്ടെന്ന് റൂമിൽ കയറി റൂമിൻ്റെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യാണ്. മകളെ ഇങ്ങനെ വളർത്തി വഷളാക്കിയത് അച്ഛനും അമ്മയുമാണോ എന്ന് പറഞ്ഞ് നീതുവിൻ്റെ ചേട്ടൻ പിന്നീട് ദേഷ്യപ്പെടുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നീതു ഉറക്കം എഴുന്നേറ്റ് വരുവാണ്. അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീതു അമ്മയോട് ഒരു ഗ്ലാസ് ചായ ചോദിക്കുകയാണ്. ഉടനെ തന്നെ ചൂലെടുത്തോണ്ടാണ് അമ്മ വരുന്നത്. എന്താടി നീ ഒന്നും സംഭവിക്കാത്തതുപോലെ രാവിലെ വന്നിരുന്ന് ചായ ചോദിക്കുന്നത്? ഇന്നലെ നിൻ്റെ ചേട്ടനെ നീ അടിച്ചതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ രാവിലെ തന്നെ ദേഷ്യപ്പെടുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് ചായ തരാൻ പറ്റില്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് നീതു പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ ഞാൻ അടിച്ചു എന്ന് പറയുന്നുണ്ട്. അതെന്താ, മകൻ എന്നെ അടിച്ചത് നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ലേ? അതിന് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അത് നിൻ്റെ ചേട്ടനാണ്, അവനക്ക് നിന്നെ തല്ലാനുള്ള അവകാശമുണ്ട്, നിന്നെ അങ്ങനെയാണോ എന്ന് പറയുകയാണ്. എന്നാൽ നീതുവിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്നാണ് നീതുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അമ്മ എടുത്ത് നോക്കുകയാണ്. അത് നമ്മുടെ ഹരീഷാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അവനാണ് വിളിക്കുന്നത്, എത്ര ഹാർട്ടാണ് അവൻ വിട്ടിരിക്കുന്നതെന്ന് നോക്കിയേ. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഇവളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന്. അവൻ നമ്മളോട് കള്ളം പറയുവാണ്. അവനിതാ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവനാണ് ഇവളുടെ സ്വഭാവം ഇങ്ങനെ ആക്കുന്നത്. എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് അമ്മ പറയുമ്പോൾ നീതു പെട്ടെന്ന് ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? ആ ഫോൺ ഇങ്ങ് താ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അമ്മയുടെ കയ്യിൽ നിന്നും മേടിക്കാനായിട്ട് നീതു നോക്കുന്നുണ്ട്. പക്ഷേ അമ്മ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ പിടിയും വലിയുമാണ് ഫോണിനായിട്ട്. ഫോണുണ്ടായത് കൊണ്ടല്ലേ നീ അവനോട് സംസാരിക്കുന്നത്, കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ അമ്മ ആ ഫോണ് തറയിലേക്ക് അങ്ങ് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. നീതുവിനത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. നീതു ഓടിച്ചെന്ന ഫോണെടുത്ത് നോക്കുകയാണ്. അതിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അത് 2 പീസായിട്ടുണ്ട്. അത് ഓണാക്കിയിട്ട് ഓണാവുന്നുമില്ല. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. ഇനി നീ എങ്ങനെ അവന് വിളിക്കുമെന്ന് എനിക്കൊന്ന് കാണണമെന്ന് അമ്മ പറയുമ്പോൾ നീതു പറയുന്നുണ്ട്, ഫോണ് തറയിലെറിഞ്ഞ് പൊട്ടിച്ചാൽ അവനെ ഞാൻ കാണില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ നേരിട്ട് ചെന്നവനെ കാണും, അവനെ സ്നേഹിക്കുകയും ചെയ്യും, അവനെ വിവാഹം കഴിക്കുകയും ചെയ്യും. ഇത് കേട്ട് നീതുവിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അവിടെ കിടന്നിരുന്ന ചൂലെടുത്ത് നീതുവിനെ അടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റ് തടയുന്നുണ്ട്. എന്താ നീ കാണിക്കുന്നത്? അവൾ നിന്നോട് ദേഷ്യപ്പെടുന്നു എന്ന് വിചാരിച്ച് അതിൻ്റെ ഇരട്ടിയായി നീ അവളോട് തിരിച്ച് ദേഷ്യപ്പെടുവാണോ? ഒരു മയത്തിലൊക്കെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അവൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, അവനെ അവൾ വിവാഹം കഴിക്കത്തുള്ളെന്ന്. നിങ്ങളിത് കേട്ടോണ്ട് നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ നീതു വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ റൂമിലേക്ക് കയറിപ്പോയി റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്യാണ്. കയ്യിലുണ്ടായിരുന്ന ഫോൺ തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് സങ്കടപ്പെടുന്നുണ്ട്. അച്ഛനാണെങ്കിൽ അമ്മയോട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു വായ് ചോറ് നേരമാണ് ഉണ്ണാൻ പോലും നീ സമ്മതിക്കത്തില്ലേ?
നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാനാണോ ദേഷ്യപ്പെടുന്നത്, നിങ്ങളുടെ മകളല്ലേ. അത് കേട്ട് നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മകളാണ് പോലും, അവൾ കുഞ്ഞല്ലേ, നീ അതുപോലെയാണോ, അവൾ എന്തെങ്കിലും പറയുമ്പോൾ നീ അതിന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണോ വേണ്ടതെന്ന് പറയുമ്പോൾ അവളെ ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, ഇതിന് സമാധാനം പറയേണ്ടതും നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ നീതുവിന് ദേഷ്യം വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഫോണ് കേടുവന്നതിൻ്റെ സങ്കടമുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നീതു. നമ്മുടെ നിധി വൈകിട്ട് ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം അഞ്ജലി അഞ്ജലി എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ നിധി ചുറ്റുപാടും നോക്കുന്നുണ്ട്, ആരെയാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ച്. പക്ഷേ ചുറ്റും ആരും നിൽക്കുന്നത് കാണുന്നില്ല. എന്നാൽ വിളിക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത് നീതുവിൻ്റെ ചേട്ടനും അവൻ്റെ ഫ്രണ്ട്സുമാണ്. അത് കണ്ടതും നിധിക്ക് മനസ്സിലായത് അവർ തന്നെ ഉദ്ദേശിച്ചാണ് വിളിക്കുന്നത്. ആദ്യത്തെ പോലെ തന്നെ വഴക്കുണ്ടാക്കാനുള്ള ഏർപ്പാടാണെന്ന് നമ്മുടെ നിധിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ നിധി മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. വീണ്ടും എലി അഞ്ജലി അഞ്ജലി എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് അവർ നിധിയുടെ അടുത്തേക്ക് വരുവാണ്. എന്താ അഞ്ജലി എന്ന് ഞാൻ തന്നെയാണ് വിളിച്ചത്, എന്നിട്ട് എന്താ നീ നോക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നിധി വീണ്ടും പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ നിധിയോട് വീണ്ടും പറയുന്നുണ്ട്, അല്ല നിന്നെ അഞ്ജലി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ, 5 ആൺപിള്ളേരുടെ കൂടെയല്ലേ നീ ഒറ്റ ഒരു പെണ്ണായിട്ട് അവിടെ താമസിക്കുന്നത്, അതുകൊണ്ടാണ് അഞ്ജലി എന്ന് വിളിക്കുന്നത്. ഇത് കേട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാം കളിയാക്കി ചിരിക്കുകയാണ്. നിധിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, അതെന്താ 5 ആൺപിള്ളേരുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് അഞ്ജലി എന്ന് വിളിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവരെ പറ്റി അറിയാത്തത് കൊണ്ടാ, അവരത്ര നല്ലവരൊന്നുമല്ല. ഒരുത്തൻ ഒരു കൊലയാളിയാണ്, ഒരുത്തനാണെങ്കിൽ ജോലിയില്ലാതെ നടക്കുന്നു, മറ്റൊരുത്തൻ ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ തൊഴിലും അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അവരോടൊപ്പം ഇവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുകയാണ്. ഇത് കൂടെ അവിടെ നിന്നിരുന്ന സ്ത്രീകളും എല്ലാം കേൾക്കുന്നുണ്ട്. സ്ത്രീകൾ പരസ്പരം പറയുന്നുണ്ട്, എന്ത് 5 ആൺപിള്ളേർ താമസിക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കൊരു പെണ്ണ് താമസിക്കുന്നു എന്നോ, അപ്പോൾ ഇവൾ മോശമല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇത് നമ്മുടെ നിധി കേൾക്കുന്നുണ്ട്. നിധിക്ക് ആകെ നാണക്കേടാവുകയാണ്. നിധിക്ക് സങ്കടം വരുന്നുണ്ട്. എന്നാൽ ഇവരിങ്ങനെ നിധിയെ കളിയാക്കുന്നത് ഹരീഷിൻ്റെ ഫ്രണ്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹരീഷിൻ്റെ ഫ്രണ്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. അവൻ ഹരീഷിൻ്റെ അടുത്ത് ഓടി വന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. അവിടെ ബസ് സ്റ്റോപ്പിൽ സുധീഷേട്ടൻ്റെ ഭാര്യയെ ആ ഗുണ്ടകൾ ചേർന്ന് കളിയാക്കുന്നുണ്ട്. ഇത് കേട്ട് ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്താ നീ പറഞ്ഞത്, ചേട്ടത്തി ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുകയാണ്. അതേ, ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് കണ്ടിട്ട് വളരെ സങ്കടം തോന്നി, ആ കുട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് അവിടെ.